വാപ്പയുടെ വരവും കാത്ത് വിശന്നു വലഞ്ഞു കാത്തിരിക്കുന്ന ഉമ്മയില്ലാത്ത ഒരു കുഞ്ഞ്. വാപ്പ വന്നു എന്നറിഞ്ഞപ്പോൾ വാപ്പയുടെ അടുത്തേക്ക് ഓടി വരുന്ന പ്ലാസ്റ്റിക് ബ്ലാട്ടലുമായി വരുന്ന കുഞ്ഞ്. വാപ്പ എന്തെങ്കിലും കഴിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടാവുമെന്ന പ്രതീക്ഷയുടെ വാപ്പയും കൂട്ടി, കാലിന് അസുഖമുള്ള വാപ്പയും കൂട്ടി ആ കുഞ്ഞ് വീട്ടിന്റെ അകത്തേക്ക് കൊണ്ടുപോകുന്നു. വാപ്പയുടെ കൈകൾ നോക്കി ആ കുഞ്ഞ് വാപ്പയുടെ നേരെ പ്ലേറ്റ് നീട്ടുന്നു. പക്ഷേ വാപ്പയുടെ കയ്യിൽ ഒന്നുമില്ല എന്നറിഞ്ഞപ്പോൾ ആ കുഞ്ഞ് വീണ്ടും പാത്രത്തിലേക്ക് നോക്കുന്നു. അവിടെ കഴിക്കാൻ ഒന്നുമില്ല, ഒരു വെള്ളം പോലുമില്ല. കുഞ്ഞു വിശന്നു വീണ്ടും കരയാൻ തുടങ്ങുന്നു. വിശപ്പ് സഹിക്കാനാവാതെ ഉമ്മയില്ലാത്ത ആ കുഞ്ഞ് ഉപ്പയെ നോക്കി കരയുമ്പോൾ നിസ്സഹായകനായി നോക്കി നിൽക്കാൻ മാത്രമേ ആ ഉപ്പാക്ക് കഴിഞ്ഞിട്ടുള്ളൂ. എന്ത് ചെയ്യണമെന്നറിയാതെ കുഞ്ഞിന്റെ കരച്ചിൽ കാണുമ്പോൾ നെഞ്ചി പിടഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഉപ്പ എന്ത് ചെയ്യണമെന്നറിയാതെ ആശ്വാസത്തിനായി കുഞ്ഞിനെയും കൂട്ടി അടുത്തുള്ള അയൽവാസിയായ വീട്ടിലേക്ക് കുഞ്ഞിനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. എന്നിട്ടും കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ല. കുഞ്ഞിന്റെ കരച്ചിൽ വീണ്ടും ആ ഉപ്പയെ വേദനിപ്പിച്ചു. കുഞ്ഞിനെയും കൂട്ടി അയൽവാസിയായ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ അയാളെ കണ്ടതും ആ അയൽവാസി ഉടനെ എണീറ്റ് ആ കുഞ്ഞിനെ സ്വീകരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി കഴിക്കാൻ വെച്ച തിളപ്പിച്ച പാല് ആ കുഞ്ഞിന് ഒഴിച്ചു കൊടുക്കുന്നു. ആ കുഞ്ഞ് അത് കുടിക്കാൻ വേണ്ടി വെപ്രാളപ്പെടുന്നതായി നിങ്ങൾ കാണാം. വിശപ്പ് സഹിക്കാനാവാതെ ഒന്ന് പെട്ടെന്ന് തണിച്ച് കൊടുക്കാൻ വേണ്ടി ആ കുഞ്ഞ് കരയുന്നതായി നിങ്ങൾക്ക് കാണാം. ആ കുഞ്ഞിന് അത് കൊടുക്കുമ്പോൾ ആ കുഞ്ഞിന്റെ മുഖത്ത് കാണുന്ന സന്തോഷം. സുഹൃത്തുക്കളെ, ഇത്തരം കാഴ്ചകൾ നമ്മൾ പലയിടത്തും, ലോകത്തിന്റെ പലയിടത്തും നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ്. ഇത് നമ്മൾ ഇവിടെ കണ്ടു എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകിയ എണ്ണമറ്റ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാതെ നമ്മൾ ഭക്ഷണത്തെ കുറ്റം പറയുമ്പോൾ ഇതുപോലുള്ള ജീവിതങ്ങളെ ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. നമ്മളെക്കാൾ താഴെയുള്ളവരെ നോക്കി ജീവിക്കുമ്പോൾ നമ്മൾക്ക് അൽഹംദുലില്ലാഹ് എന്ന് ഓരോ ഭക്ഷണശേഷവും പറയാൻ കഴിയും. നമ്മളെക്കാൾ മുകളിലുള്ളവരെ നോക്കുമ്പോൾ നമ്മൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹം നമ്മൾക്ക് ചെറുതായി തോന്നും. ഒരു തുള്ളി വെള്ളം കിട്ടാൻ വേണ്ടി, വിശപ്പടക്കാൻ വെള്ളം കിട്ടാൻ വേണ്ടി മാത്രം എത്ര കുഞ്ഞുങ്ങൾ, എത്ര കുടുംബങ്ങൾ. ചിന്തിക്കുക, അള്ളാഹു തന്ന ഓരോ നിഅമത്തുകൾക്കും നമ്മൾ നാളെ ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ട് ഉള്ളതുകൊണ്ട് സംതൃപ്തിപ്പെട്ട് കിട്ടിയതിനൊക്കെ നന്ദി പറഞ്ഞ് അള്ളാഹുവിന് ശുക്ർ ചെയ്ത് ജീവിക്കുക. ഇത്തരം പാവപ്പെട്ടവർക്ക് നമ്മൾ സഹായിക്കുക. ഓരോ പള്ളികളിലും ഗൾഫ് നാടിലും ചാരിറ്റി എന്ന് പറഞ്ഞ് എല്ലാ പള്ളികളിലും ഒരു ചാരിറ്റി ബോക്സ് വെച്ചിട്ടുണ്ട്. അവിടേക്ക് നമ്മളിടുന്ന നാണയത്തൊട്ടുകൾ ഇതുപോലുള്ള കുടുംബങ്ങൾക്കാണ് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇവരെ ഓർത്ത് നമ്മൾ ആ നാണയത്തൊട്ടുകൾ ആ ചാരിറ്റി ബോക്സിലേക്ക് ഇടുക. പാവപ്പെട്ടവരെ സഹായിക്കുക. ഉള്ളതിന് സംതൃപ്തി പറഞ്ഞ് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് ജീവിക്കുക. അള്ളാഹു എല്ലാവർക്കും ഖൈർ നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. وترحمنا لنكونن من الخاسرين.